കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുനന്ദ സുഭാഷിനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു കഴിഞ്ഞു. കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. നിധി സുനന്ദയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു. സുനന്ദ, നീ വീട്ടിൽ ചെന്നിട്ട് റെഡിയായിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് ഇങ്ങോട്ടേക്ക് വായോ. ഞാൻ എങ്ങനെയെങ്കിലും സുഭാഷ് ഏട്ടനെ സമ്മതിപ്പിച്ച് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്നും പറഞ്ഞു. അങ്ങനെ നിധി സുനന്ദക്ക് ഉറപ്പ് കൊടുക്കാണ്. സുനന്ദ അത് വിശ്വസിച്ച് അതിനെല്ലാം തന്നെ സമ്മതിച്ചു. സുനന്ദ പോയ ഉടനെ തന്നെ നിധി നേരെ വീട്ടിലേക്കെത്തി സുധീഷിനോടും ഹരീഷിനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവർക്കതെല്ലാം കേട്ടപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. നിധിയെടുത്തി ഇത് എന്ത് പണിയാണ് കാണിക്കുന്നത്? അവൾ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നവർ ചോദിക്കുമ്പോൾ വരും, എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് നിധി മറുപടി നൽകി. പക്ഷേ അവർക്കപ്പോഴും ആ ഒരു സംശയം മാറുന്നില്ല. ഈ സാഹസമൊന്നും വേണ്ടാട്ടോ. സുഭാഷേട്ടൻ ഇതിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പോരാത്തതിന് സുനന്ദയ്ക്ക് ഇതിൽ എത്രത്തോളം താല്പര്യമുണ്ടെന്നൊക്കെ ആർക്കറിയാമെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞ് തർക്കിക്കുകയാണ്. ഒടുവിൽ നിധി അവരെയൊക്കെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ കൂടെ നിർത്തി. ഇനി ഏറ്റവും വലിയ കടമ്പ സുഭാഷേട്ടനെ സമ്മതിപ്പിക്കുക എന്നുള്ളതാണ്. സുനന്ദക്ക് വേറൊരു വിവാഹം ആലോചിക്കുന്നുണ്ട് എന്നും അവൾക്ക് സുഭാഷേട്ടനെയാണ് ഇഷ്ടമെന്നും നിധി സുഭാഷിനോട് തുറന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുഭാഷാണെങ്കിൽ ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. നീ എന്തൊക്കെയാ നിധി ഈ പറയുന്നത്? സുനന്ദയുടെ അമ്മയുടെ കാര്യം നിനക്കറിയാവുന്നതല്ലേ? എൻ്റെ അമ്മായി ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. എപ്പോഴും എതിർപ്പ് തന്നെയായിരിക്കും. ഒരു സമാധാനമുള്ള ജീവിതം നമുക്കുണ്ടാവില്ല എന്ന് സുഭാഷ് തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ നിധി വിട്ടുകൊടുത്തില്ല. സുഭാഷേട്ടൻ ധൈര്യമായിരിക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിച്ചപ്പോൾ വിശ്വാസമുണ്ട്, പക്ഷേ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ധിക്കരിച്ച് സുനന്ദ വരുമോ എന്നായിരുന്നു സുഭാഷിന്റെ പേടി. ഇത്രയും കാലം അവർ പറഞ്ഞതൊക്കെ അവൾ കേട്ടില്ലേ? പിന്നെ സുഭാഷേട്ടൻ എന്താ ഒരു കുറവുള്ളത്? നിങ്ങൾ അവളെ പൊന്നുപോലെ നോക്കില്ലേ? കള്ളുകുടിയനോ പെണ്ണുകുടിയനോ ഒന്നുമല്ലല്ലോ. പിന്നെന്താ പ്രശ്നം? സുനന്ദ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവൾ ഇവിടെ രാജ്ഞിയെ പോലെ വാഴും. സുഭാഷേട്ടൻ അവളെ അടുക്കളയിൽ പോയി സഹായിക്കില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാണ്, പക്ഷേ പ്രായോഗികമായി അതൊന്നും നടക്കില്ല എന്നും പറഞ്ഞ് സുഭാഷ് അങ്ങ് വാദിക്കും. ഞാൻ അവളുടെ കൂടെ ഒന്നായി കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. എൻ്റെ അനുജന്മാരുടെ കാര്യം കൂടി എനിക്ക് ആലോചിച്ച് നോക്കണ്ടേ? നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നില്ലേ? ഞങ്ങൾ തമ്മിൽ സെറ്റ് ആവില്ല. അവൾ വേറെ കല്യാണം കഴിച്ചു പോയിക്കോട്ടെ എന്ന് സുഭാഷ് പറഞ്ഞ് കൈമലർത്തി. അന്നേരം നിധി പറയുന്നത്, സുഭാഷ് ഏട്ടാ, ഇത് കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഒടുവിൽ സുഭാഷിനാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. ശരി, എന്നാൽ നമുക്ക് പോവാമെന്ന് സുഭാഷ് സമ്മതിച്ചു. പക്ഷേ സുനന്ദ വരുമോ എന്ന് അയാളെ വീണ്ടും ചോദിക്കാണ്. വരും, അവൾ നാളെ വരുമെന്ന് നിധി ഉറപ്പ് നൽകി. എന്നാൽ അവിടെ സുനന്ദയ്ക്ക് പണി പാളുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ പെണ്ണ് കാണാൻ ആൾക്കാരെല്ലാം വന്നിരുന്നു. ലളിതയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ സുനന്ദയുടെ ഉള്ളിൽ ഇതൊക്കെ ചിന്തിച്ചിട്ടാകെ തീയായിരുന്നു. തൻ്റെ ജീവിതം സുഭാഷേട്ടനോടൊപ്പമാണെന്ന് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞു. താൻ നാളെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അമ്മക്കിനി എന്ത് സംഭവിക്കുമെന്ന് അവളെ ആകുലതപ്പെട്ടുവെങ്കിലും സ്വന്തം ഇഷ്ടം നോക്കാതെ വയ്യ എന്ന് അവൾ കരുതി. ലളിതയുടെ നിർബന്ധം കാരണം സുനന്ദക്ക് മനസ്സില്ലാ മനസ്സോടുകൂടെ തന്നെ വന്നവരുടെ മുന്നിൽ നിൽക്കേണ്ടി വന്നു. പെൺകുട്ടിയുടെ മുഖത്ത് ഒരു സന്തോഷവുമില്ലല്ലോ എന്ന് പെണ്ണ് കാണാൻ വന്നവർ ചോദിച്ചപ്പോൾ ലളിത ഓരോ കള്ളങ്ങൾ പറഞ്ഞങ്ങ് ഒപ്പിച്ചു. നാളെ സുഭാഷേട്ടൻ തനിക്കായി കാത്തിരിക്കുമല്ലോ എന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. അടുത്ത ദിവസം രാവിലെ തന്നെ നിധി ഭയങ്കര ആവേശത്തിലായിരിക്കും. ഇന്ന് സുനന്ദ വരും, വിവാഹം നടക്കും. സുധീഷേട്ടനോട് ക്ഷേത്രത്തിൽ പോയി താലിയും പൂവും ഒക്കെ റെഡിയാക്കാനും പറഞ്ഞു. ഒരു തടസ്സവും ഉണ്ടായില്ലല്ലോ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ എല്ലാം ശരിയാവുമെന്ന് നിധി ഉറപ്പ് കൊടുത്തു. നാണം കെട്ട് തിരിച്ചു പോകേണ്ടി വരരുത് എന്ന് സുധീഷ് കളിയാക്കിയെങ്കിലും നിധിക്ക് സുനന്ദയെ പൂർണ്ണമായിട്ടും വിശ്വാസമായിരുന്നു. നേരം വൈകിട്ടും സുനന്ദയെ കാണാതായപ്പോൾ നിധിക്കാകെ ടെൻഷനായി. സുഭാഷേട്ടനെയും കൂട്ടി നിധി ക്ഷേത്രത്തിലേക്ക് എത്തി. അവിടെ സുധീഷും ഹരീഷും എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ റെഡിയായോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം ഓക്കെയാണ്, ഇനി പെണ്ണും ചെക്കനും എത്തിയാൽ മതിയെന്ന് അവർ പറഞ്ഞു. സുഭാഷേട്ടൻ എത്തിയിട്ടുണ്ട് എന്ന് നിധി പറഞ്ഞപ്പോൾ സുനന്ദ കാറ് വാലില്ലല്ലോ എന്ന് സുധീഷ് വീണ്ടും സംശയം പ്രകടിപ്പിച്ചു. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞ് നിധി അവരെയൊക്കെ സമാധാനിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സമയം പോകെ നിധിക്കും വല്ലാതെ പേടി തുടങ്ങി. സുനന്ദയെ ഫോണിൽ വിളിക്കാൻ തുടങ്ങി. ലളിത അവിടെയുള്ളത് കാരണം സുനന്ദക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഫോൺ എടുക്കാതെ വന്നപ്പോൾ നിധി ആകെ വിരണ്ടുപോയി. നികേഷ് അപ്പോൾ തന്നെ കളിയാക്കാൻ തുടങ്ങി. ഏട്ടത്തി, ഞാൻ പറഞ്ഞതല്ലേ അവൾ പറ്റിക്കുമെന്ന്. പക്ഷേ സുനന്ദ അങ്ങനെയുള്ളവളല്ല എന്ന് നിധി തറപ്പിച്ചു പറഞ്ഞു. ലളിത പുറത്തേക്ക് പോയ തക്കം നോക്കി സുനന്ദ തിരിച്ചു വിളിച്ചു. അമ്മ അവിടെ ഉള്ളത് കൊണ്ടാണ് ഫോൺ എടുക്കാത്തത് എന്ന് അവൾ പറഞ്ഞു. ഇവിടെ എല്ലാം റെഡിയാണ്. സുഭാഷേട്ടൻ ചെക്കനായി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. നീ സർട്ടിഫിക്കറ്റ്സും നിന്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വേഗം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ എന്ന് നിധി പറഞ്ഞു. സുനന്ദ സർട്ടിഫിക്കറ്റും മറ്റും എടുക്കാൻ പുറപ്പെടാൻ നോക്കിയപ്പോൾ മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എടി, ഈ നേരത്തെ നീ എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ ക്ഷേത്രത്തിലേക്കൊന്ന് പോകണമെന്ന് അവൾ പറഞ്ഞു. ലളിത പറഞ്ഞിട്ടുണ്ട് നിന്നെ ഇങ്ങോട്ടേക്കും വിടരുത് എന്ന് പറഞ്ഞ് മുത്തശ്ശി അവളെ തടഞ്ഞു. ഉടനെ തന്നെ സുനന്ദ ഒരു ബുദ്ധി പ്രയോഗിച്ചു.
മുത്തശ്ശിക്ക് ഇഷ്ടമുള്ള സീരിയൽ ടി വിയിൽ അങ്ങ് വെച്ചു കൊടുത്തു. മുത്തശ്ശി സീരിയൽ മുഴുകിയിരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ അവിടെ നിന്ന് രക്ഷപ്പെടാമെന്നതായിരുന്നു സുനന്ദയുടെ പ്ലാന്. സുനന്ദയും സുഭാഷും തമ്മിലുള്ള ആ ഒരു വിവാഹത്തിനായിട്ട് കാത്തിരിക്കായിരുന്നു എല്ലാവരും. മുത്തശ്ശി സീരിയലിന്റെ ലോകത്ത് മുഴുകിയിരിക്കുന്ന ആ ഒരു നിമിഷം സുനന്ദ തന്റെ ബാഗും സർട്ടിഫിക്കറ്റ് എല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പിൻവാതിലൂടെ നേരെ പുറത്തേക്കോടി. ശ്വാസം അടക്കി പിടിച്ച് ഇടവഴിയിലൂടെ മെയിൻ റോഡിലേക്ക് എത്തുമ്പോൾ അവളുടെ കൈകളെല്ലാം വിറക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം ക്ഷേത്രമുറ്റത്ത് നിധിയും സുധീഷും അക്ഷമമായി കാത്തിരിക്കുകയാണ്. സമയം ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ സുഭാഷിന്റെ മുഖത്ത് നിരാശ പടരുന്നത് നിധി ശ്രദ്ധിച്ചു. ഇനിയിപ്പോ അവൾ വരില്ല എന്ന് ഉറപ്പായില്ലേ നിധിയെടുത്തി? നമ്മൾ വെറുതെ ഇവിടെ നിന്ന് നാണം കിടന്നോ? ഹരീഷ് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. പക്ഷേ നിധി വിട്ടുകൊടുത്തില്ല. ഇല്ല ഹരീഷെ, അവൾ വരും, എനിക്ക് ആ കുട്ടിയെ നല്ല വിശ്വാസമാണ്. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ വന്നു നിന്നു. അതിൽ നിന്നും കിതച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന സുനന്ദയെ കണ്ടപ്പോൾ നിധിയുടെ മുഖത്ത് 1000 സൂര്യന്മാർ ഉദിച്ച പ്രതീതിയായിരുന്നു. സുഭാഷ് വിശ്വസിക്കാനാവാതെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ സുനന്ദയെ നോക്കി. കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞൊഴുകി. അവർ പരസ്പരം അങ്ങനെ നോക്കി നിന്നു. വേഗം നടക്ക്, മുഹൂർത്തം കഴിയാറായി എന്ന് സുധീഷ് ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ വിളക്ക് തെളിയിച്ചു. മന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ അങ്ങ് താലി ചാർത്തി. സുനന്ദയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുകൾ പൊഴിഞ്ഞു. സിന്ദൂരം തൊടുവിച്ച് അവർ ഒന്നായ നിമിഷം നിധിയുടെ മനസ്സിൽ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ തോന്നി. ഇനി എങ്ങോട്ടാ? സുഭാഷ് സുനന്ദയുടെ കൈ പിടിച്ച് ചോദിച്ചു. ഇനി നമ്മുടെ വീട്ടിലേക്ക്, നിധി ഇടപെട്ടു. പക്ഷേ അതിനു മുൻപ് തന്നെ ലളിതാമ്മ അങ്ങോട്ടേക്ക് വരുമെന്ന് ഉറപ്പാണ്. ആ പുകിലിനെ നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ക്ഷേത്രമുറ്റത്ത് നിന്ന് അവർ പടിയിറങ്ങുമ്പോൾ ദൂരെ ഒരു കാറ് പാഞ്ഞു വരുന്നത് അവർ കണ്ടു. അതിൽ ലളിതയും ആൾക്കാരുമായിരിക്കും. സുനന്ദയുടെ അച്ഛനും അമ്മയും പിന്നെ കുറച്ച് ആൾക്കാരും. ഈ വിവരമെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവർ അങ്ങോട്ടേക്ക് വരുന്നതിരിക്കുന്നത്. സുനന്ദയുടെ അച്ഛനും അമ്മയും പിന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരുമായിരിക്കും ഈ ഒരു സുനന്ദയുടെ വിവാഹകാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ലളിതയും ആൾക്കാരും എത്താൻ വൈകിട്ടില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി വരാനിരിക്കുന്നത് വലിയൊരു കൊടുങ്കാറ്റാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ സുഭാഷിന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സുനന്ദ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് നടന്നു. ലളിതയും ഒപ്പമുള്ള ബന്ധുക്കളെല്ലാം ക്രോധത്തോടു കൂടെ തന്നെ കാറിൽ നിന്നും ഇറങ്ങി. കണ്ടു നിന്നവരൊക്കെ നെഞ്ചെടുപ്പിൽ വർദ്ധിച്ചു. ലളിതയുടെ കണ്ണുകളിൽ തീ തുപ്പുന്നുണ്ടായിരുന്നു. തന്റെ മകൾ താലി കെട്ടി നിൽക്കുന്നത് കണ്ട് അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. നീ ഇത് എന്ത് പരിപാടി കാണിച്ചത്? ലളിത അലറിക്കൊണ്ട് സുനന്ദയുടെ അടുത്തേക്ക് വന്ന് പാഞ്ഞെടുത്തു. സുനന്ദ പേടിയോടുകൂടി തന്നെ സുഭാഷ് ഏട്ടന്റെ പിന്നിലങ്ങ് ഒളിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ സുഭാഷ് ഇത്തവണ പിന്മാറാനൊന്നും തയ്യാറല്ലായിരുന്നു. അവൻ സുനന്ദയുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ലളിതയ്ക്ക് മുന്നിലങ്ങ് ഉറച്ചു നിന്നു. അമ്മായി, ഇത് സുനന്ദയുടെ കൂടി തീരുമാനമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. സുഭാഷ് ശാന്തമായി പറഞ്ഞു. എടാ, നീ എന്റെ മകളെ വഴി തെറ്റിച്ചതാണ്. നിനക്ക് അവളെ നോക്കാൻ എന്ത് യോഗ്യതയുണ്ടടാ? ലളിത അടങ്ങിയിരിക്കുന്നില്ലാതെ പറഞ്ഞു. ആ നിമിഷം നിധി മുന്നോട്ട് വന്നു. അമ്മായി, മക്കളുടെ ഇഷ്ടമൊന്നും നോക്കാതെ നിങ്ങൾ ഇങ്ങനെ എടുത്തു ചാടിയെടുക്കുന്ന തീരുമാനം തന്നെയാണ് ഈ പാവങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. സുഭാഷേട്ടനേക്കാൾ നന്നായി അവളെ നോക്കാൻ ഇനി ആർക്കും കഴിയില്ല എന്ന് നിങ്ങൾക്കും അറിയാം. ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊരു ശാപമാക്കി മാറ്റരുത്. ചുറ്റും ആൾക്കാരെല്ലാം തന്നെ കൂടി തുടങ്ങി. ലളിത കൂടെയുള്ളവരോട് സുനന്ദയെ ബലമായി കൊണ്ടുപോവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സുധീഷിനും ഹരീഷിനും ഇനി വെറുതെ നോക്കി നിൽക്കാനൊന്നും കഴിയുമായിരുന്നില്ല. ആരും സുനന്ദയെ തൊട്ടുപോകരുത്. ഇത് ഞങ്ങളുടെ വീടാണ്. ഇവർ നിയമപരമായി വിവാഹിതരാണ് എന്ന് സുധീഷ് ഗർജിച്ചു. ഒടുവിൽ നാട്ടുകാരും പോലീസ് എല്ലാവരും ഇടപെട്ടു. സുനന്ദ തന്റെ നിലപാട് ഉറപ്പിച്ചു പറഞ്ഞു. അമ്മേ, ഞാൻ സുഭാഷേട്ടന്റെ കൂടിയാണ് പോകുന്നത്. എനിക്ക് ഈ ജീവിതം മതി. ആ വാക്കുകൾ ലളിതയുടെ നെഞ്ചിലങ്ങ് തുളച്ചു കയറുന്നുണ്ടായിരുന്നു. താൻ തോറ്റു എന്ന് മനസ്സിലാക്കിയ ലളിത ഇനി വീട്ടിലേക്ക് നീ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. സംഘർഷഭരിതമായ ആ ഒരു നിമിഷങ്ങൾക്കൊടുവിൽ ക്ഷേത്ര നടയിൽ നിന്നും സുഭാഷും സുനന്ദയും നിധിയുടെ വീട്ടിലേക്ക് യാത്രയായി. അവിടെ അവർക്കായി കാത്തിരിക്കുന്നത് പുതിയൊരു ജീവിതം തന്നെയായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മരുമകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഭാസ്കരൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സുഭാഷേട്ടന്റെയും സുനന്ദയുടെയും വിവാഹം എല്ലാവരും ആഗ്രഹിച്ച രീതിയിൽ തന്നെ നടന്നു. അങ്ങനെ വലിയൊരു കൊടുങ്കാറ്റിൽ അടങ്ങിയിരിക്കുന്ന ശാന്തതയോടെ അവർ ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.